അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ദുറൂസിൽ ഇഹ്സാനിലെ 2ാമത്തെ പാഠം അത്തഖ്വ. അപ്പോൾ നമുക്ക് പാഠഭാഗം വായിച്ച് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാം ജീവിതത്തിൽ പെരുന്നാള്, വിവാഹം, വിനോദയാത്ര, വിജയം തുടങ്ങിയ സന്തോഷനിർഭരമായ അവസരങ്ങളിലൂടെയും രോഗം, ദാരിദ്ര്യം, ആഗ്രഹിച്ചത് ലഭിക്കാതിരിക്കൽ, പരാജയം തുടങ്ങിയ ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോകും. ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ ഓർക്കുകയും അവൻ ഇഷ്ടപ്പെടും വിധം തഖ്വ ഉള്ളവരായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധം നാം ജീവിക്കുകയും വേണം. അപ്പോൾ അള്ളാഹു നമുക്കൊപ്പമുണ്ടാകും. തഖ്വ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. നിശ്ചയം അള്ളാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ തഖ്വ ഉള്ളവരാണ്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി ശഹാദത്തിൻ തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുകയും അവന്റെ കൽപ്പനകൾ പാലിക്കുകയും അവന്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഖുർആൻ പല സ്ഥലങ്ങളിലും തഖ്വയുടെ ഗുണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. തഖ്വ കൊണ്ട് ലഭിക്കുന്ന ചില ഗുണങ്ങൾ: അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കും. തഖ്വ ഉള്ളവർക്ക് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കും. അള്ളാഹുവിൽ നിന്ന് ഇൽമ ലഭിക്കൽ, പ്രയാസങ്ങൾ നീങ്ങൽ, പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഉപജീവനം ലഭ്യമാവൽ, ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കും. അവർക്ക് ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കും. പാപമോചനം നേടൽ. പാപമോചനം നേടാന് തഖ്വയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നരകമോചനം നേടല്, സ്വർഗപ്രവേശനം ലഭിക്കല്. ഈ 8 കാര്യങ്ങൾ നമ്പർ 8 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാം. നമുക്ക് തഖ്വയുള്ളവർക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളിൽ നിന്ന് 2 എഴുതാനൊക്കെ പറഞ്ഞിട്ട് വരാം. പിന്നെ ഇവിടെ നാം പരമാവധി അള്ളാഹുവിന് തഖ്വയുള്ളവരാകണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബഇ സയ്യിഅത അൽ ഹസനത തംഹുഹാ ഖാലിഖിൻ നാസ ബിഖുൽഖിൻ ഹസനിൻ. എന്താണ്? നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക. ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക. അത് പാപത്തെ മായ്ച്ചു കളയും. മനുഷ്യരോട് നല്ല സ്വഭാവത്തോടെ നീ പെരുമാറുക. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. നമുക്ക് തദ്രിബാത്തിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് തദ്രിബാത്തിൽ വന്നത് ഉത്തരം എഴുതാനാണ്. എന്താണ് തഖ്വ എന്നാൽ എന്ത്? ഒന്നാമത്തെ ചോദ്യം, തഖ്വ എന്നാൽ എന്ത്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ ആരാണ്? തഖ്വ ഉള്ളവരാണ്. തഖ്വ ഉള്ളവരാണ് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ. മൂന്നാമത്തെ ചോദ്യം, തഖ്വ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളിൽ 3 എഴുതുക. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കൽ, അള്ളാഹുവിൽ നിന്ന് ഇൽമ ലഭിക്കൽ, പ്രയാസങ്ങൾ നീങ്ങൽ. പാഠഭാഗത്തിൽ വേറെയും കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് 3 എഴുതാനാണ്. ഇനി പൂരിപ്പിക്കാനാണ്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. അവിടെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. പാഠഭാഗത്ത് നിന്ന് നോക്കിയിട്ട് അവിടെ നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാം. ഇനിയോ തഖ്വൽ ഇലാഹി ഡാഷ് തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വർ റഅസു ശരി ഹബായില. അത് പാഠഭാഗത്തിൽ നോക്കിയിട്ട് നമുക്കതും പൂർത്തിയാക്കി കൊടുക്കാം. പിന്നെ അതിൽ ആത്മപരിശോധന നടത്താൻ അടുത്തവർക്ക് വന്നത് എന്താണ്? കഴിഞ്ഞു പോയ സന്തോഷ സന്ദർഭങ്ങളിൽ ഞാൻ തഖ്വ ഉള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? അതായത് നമുക്കൊരു സന്തോഷമുള്ള ഒരു സമയം വന്നപ്പോൾ, സന്ദർഭം ഉണ്ടായപ്പോൾ, അപ്പം നമ്മൾ
എന്താണ് തഖ്വ ഉള്ള സമീപനമായിരുന്നു സ്വീകരിച്ചത് എന്നതാണ്. അതായത് നമ്മുടെ വീട്ടിലൊരു വിവാഹം, അത് നമ്മുടെ ഒരു സന്തോഷ നിമിഷമാണ്. അപ്പൊ അതിൽ നമ്മൾ അള്ളാഹുവിനെ ഓർത്തിട്ട് നല്ല കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ ചെയ്തത്? ആ വിവാഹ ചടങ്ങില് ഹറാമോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തിയിട്ട് അവിടെ ഒരു പരിശോധന നടത്താനാണ് അവിടെ പറഞ്ഞത്. അപ്പം എല്ലാവരും മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു പരിശോധന നടത്തുക. ഇത്രയാണ് ഈ രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.